കേരള സെറ്റ് 2024 ബന്ധപ്പെട്ട ചില മോഡൽ ക്വസ്റ്റ്യൻസും അവയുടെ എക്സ്പ്ലനേഷൻസും. ഫസ്റ്റ് വൺ, ഹൂ ഈസ് ദ ഓതർ ഓഫ് പാരഡൈസ് ലോസ്റ്റ്? ആൻസർ ഈസ് ജോൺ മിൽട്ടൺ. സോ പാരഡൈസ് ലോസ്റ്റ് ഈസ് എൻ എപ്പിക് പോയം. മിൽട്ടൻ്റെ എപ്പിക് പോയമാണ്. ഇംഗ്ലീഷിലെ തന്നെ ഫസ്റ്റ് ലിറ്റററി എപ്പിക് ആയും പാരഡൈസ് ലോസ്റ്റിനെ കണക്കാക്കാറുണ്ട്. പാരഡൈസ് ലോസ്റ്റിൻ്റെ ഒരു സീക്വലായി വരുന്നതാണ് പാരഡൈസ് റീഗെയിൻഡ്. മിൽട്ടൺ തന്നെയാണ് അതിൻ്റെ ഓതർ. എപ്പിക് പോയത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഇൻ മീഡിയ റെസ് എന്ന് പറഞ്ഞു. മിഡിൽ ഓഫ് ദ ആക്ഷനിൽ നിന്നായിരിക്കും എപ്പിക് പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഫോൾ ഓഫ് മാൻ, മനുഷ്യൻ്റെ സ്വർഗത്തിൽ നിന്നുള്ള മനുഷ്യൻ്റെ ഫോളിനെ കുറിച്ചാണ് അതാണ് ഇതിൻ്റെ പ്രതിപാദ്യ വിഷയം. അതുപോലെ സൈറ്റൻ ഗോഡിന് അഗനിസ്റ്റായി റെബൽ നടത്തുന്നതും ഏഡൻ ഗാർഡനിൽ നിന്ന് ആദമും ഈവും എക്സ്പെൽ ചെയ്യപ്പെടുന്നതുമാണ് മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റിൻ്റെ ഇതിവൃത്തം. ബിബ്ലിക്കൽ സ്റ്റോറിയാണ് പാരഡൈസ് ലോസ്റ്റിൻ്റെ ഇതിവൃത്തം. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഗോഡും ഫോളൻ ഏഞ്ചൽസും ഉണ്ടായിരുന്നു. ഫോളൻ ഏഞ്ചൽസ്, അതായത് ആർക്ക് ഏഞ്ചൽസ് ഉണ്ടായിരുന്നു. ഈ ആർക്ക് ഏഞ്ചൽസ് എല്ലാം ചിലർ ദൈവത്തിൻ്റെ ഒരു ഏകാധിപത്യത്തിനെതിരെ സ്വർഗത്തിൽ കലാപം നടത്തുകയും അതിൻ്റെ ഫലമായി ഗോഡ് അവരെ ഹെവനിൽ നിന്ന് എക്സ്പെൽ ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഹെവനിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഏഞ്ചൽസിനെയാണ് ഫോളൻ ഏഞ്ചൽസ് എന്ന് പറയുന്നത്. പിന്നീട് ഫോളൻ ഏഞ്ചൽസിൻ്റെ ലീഡറായി ലൂസിഫർ മാറുകയും ഈ ലൂസിഫറിനെ തന്നെയാണ് സൈറ്റൻ എന്ന് പറയുന്നത്. സോ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് തങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്വർഗത്തിൽ ആദമും ഈവും, ആദ്യത്തെ മനുഷ്യനായ ആദമും അവൻ്റെ ബെറ്റർ ഹാഫായ ഈവും സ്വർഗീയമായ എല്ലാ സുഖങ്ങളോടുകൂടിയും സ്വർഗത്തിൽ വാഴുന്നത് കൊണ്ട് ജലസ് ആയതിനെ തുടർന്ന് ലൂസിഫറിൻ്റെ കീഴിലുള്ള ആർക്ക് ഏഞ്ചൽസിൻ്റെ, ഫോളൻ ഏഞ്ചൽസിൻ്റെ ഇൻറ്റൻഷൻ മാനിനെ കറക്റ്റ് ചെയ്യുക എന്നും ഹെവനിൽ നിന്ന് അവനെ എക്സ്പെൽ ചെയ്യുക എന്നുമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ലൂസിഫർ ഒരു സെർപ്പൻറ്റിൻ്റെ ഫോമിൽ വേഷം എടുത്തുകൊണ്ട് ഹെവനിലേക്ക് നുഴഞ്ഞു കയറുകയും പിന്നീട് ഈവിനെ ടെംപ്റ്റ് ചെയ്തുകൊണ്ട് വിലക്കപ്പെട്ട കനിയായ ഫോർബിഡൻ ഫ്രൂട്ടായ ആപ്പിൾ കഴിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ആദം, മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് ബുക്ക് 9 പ്രകാരം ആദം കൊടുത്ത വാണിങ്ങുകൾക്കെല്ലാം അപ്പുറത്തേക്ക് ദൈവം അവർക്ക് നൽകിയ അനുശാസനങ്ങൾക്കെല്ലാം മറികടന്നുകൊണ്ട് ഈ സൈറ്റൻ്റെ ടെംപ്റ്റേഷൻ്റെ റിസൾട്ടായി ഈ ഫോർബിഡൻ ഫ്രൂട്ട് കൺസ്യൂം ചെയ്യുന്നു. ഇത് ആദം തിരിച്ചറിയുന്നു. സോ വാട്ട് ഈസ് ഹെവൻ വിത്തൗട്ട് ഈവ് എന്നൊരു ക്വസ്റ്റ്യൻ ആദത്തിൻ്റെ മൈൻഡിൽ വരികയും ആസ് എ റിസൾട്ട് ആദവും ആ ഒരു തെറ്റിൽ പാർട്ടേക്ക് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ആദവും ഈ ഫോർബിഡൻ ഫ്രൂട്ട് കൺസ്യൂം ചെയ്യുന്നു. സോ ദ മൊമെൻറ്റ് ദേ കൺസ്യൂം ഫോർബിഡൻ ഫ്രൂട്ട് അവർക്ക് ഷൈനസ്, ലജ്ജ എന്നൊരു വികാരം ഉണ്ടാവുകയും പിന്നീട് നമുക്ക് മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് ബുക്ക് 9 ടുവേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ലവ് എല്ലാം കറക്റ്റഡ് ആവുകയും ചെയ്യുന്നു. സോ ഗോഡ് അപ്പിയർ ചെയ്യുന്നു. ആൻഡ് ഗോഡ് അപ്പിയർ ചെയ്യുന്ന സമയത്ത് ആദം പറയുന്നത് ഈവ് ടെംപ്റ്റ് മീ ആൻഡ് ഐ എയ്റ്റ് എന്നാണ്. അതേസമയം ഈവ് പറയുന്നത് ദ സെർപ്പൻറ്റ് ടെംപ്റ്റ് മീ ആൻഡ് ഐ എയ്റ്റ് എന്നാണ്. സോ ഗോഡ് അൾട്ടിമേറ്റ്ലി ആദത്തിനെയും ഈവിനെയും ഹെവനിൽ നിന്ന് എക്സ്പെൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അവരെ കേഴ്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ഇതാണ് മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റിൻ്റെ ഇതിവൃത്തം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2, വിച്ച് നോവൽ ബൈ ജോർജ് ഓർവെൽ ഈസ് എ ഡിസ്റ്റോപ്പിയൻ നോവൽ ഓഫ് സോഷ്യൽ സയൻസ് ഫിക്ഷൻ? ആൻസർ വരുന്നത് 1984 ആണ്. യൂട്ടോപ്പിയൻ വർക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഐഡിയൽ സൊസൈറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ആൻറ്റോണിമായിട്ടാണ് ഡെസ്റ്റോപ്പിയൻ സ്റ്റോറി വരുന്നത്. അവിടെ ടോട്ടലിറ്റേറിയൻ സ്റ്റേറ്റാണ്, അവിടെ ഗവൺമെൻറ്റാണ്, ബിഗ് ബ്രദറാണ് റൂൾ ചെയ്യുന്നത്. അസുഖകരമായ സോഷ്യൽ സിറ്റുവേഷൻസാണ് ഡെസ്റ്റോപ്പിയൻ ഫിക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുക. സോ ജോർജ് ഓർവെലിൻ്റെ 1984 ഡെസ്റ്റോപ്പിയൻ സ്റ്റോറിക്ക് ഒരു ഉദാഹരണമാണ്. അവിടെ ബിഗ് ബ്രദർ അല്ലെങ്കിൽ അതോറിറ്റേറിയൻ ഗവൺമെൻറ്റാണ് റൂൾ ചെയ്യുന്നത്. അത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും എല്ലാ ആസ്പെക്റ്റിലും ബിഗ് ബ്രദർ കൈകടത്തുന്നു. ദ ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് യു എന്ന ഫേമസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകുമല്ലേ ഫ്രേസ്. സോ ലൈക്ക് വൈസ് എല്ലാ ആസ്പെക്റ്റിലും, ലൈഫിൻ്റെ എല്ലാ ആസ്പെക്റ്റിലേക്കും ഈ ഒരു അതോറിറ്റി കൈകടത്തുന്നു. സോ അതാണ് ജോർജ് ഓർവെലിൻ്റെ 1984. ആനിമൽ ഫാം അദ്ദേഹത്തിൻ്റെ മറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയ വർക്കാണ് ഓർവെലിൻ്റെ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 3, വാട്ട് ഈസ് ദ സെൻട്രൽ തീം ഓഫ് വില്യം ഷേക്സ്പിയേഴ്സ് മാക്ബത്ത്? ഷേക്സ്പിയറുടെ മാക്ബത്തിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത് വോൾട്ടിംഗ് ആംബിഷൻ്റെ റിസൾട്ടായിട്ട് പവർ കറപ്ഷൻ തന്നെയാണ്. ഇവിടെ മാക്ബത്ത് വില്യം ഷേക്സ്പിയറിൻ്റെ 4 ഗ്രേറ്റ് ട്രാജഡീസിൽ ഒന്നാണ്. ഹാംലെറ്റ്, ഒഥല്ലോ, കിങ് ലിയർ, മാക്ബത്ത്. ഇങ്ങനെ 4ാമതായിട്ടാണ് ആ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ മാക്ബത്തിൻ്റെ പബ്ലിക്കേഷൻ വരുന്നത്. മാക്ബത്താണ് ഇവിടെ ട്രാജിക് ഹീറോ. അദ്ദേഹത്തിൻ്റെ ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ അംബീഷൻ തന്നെയാണ്, കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത അംബീഷൻ തന്നെയാണ്. ലേഡി മാക്ബത്തിൻ്റെ ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് ഈ ഒരു തെറ്റിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കുന്നത്. അതുകൊണ്ട് ലേഡി മാക്ബത്തിനെ 4th വിച്ച് എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കാറ്.
സോ ഇവിടെ നമുക്ക് 3 വിച്ചസിനെ കാണാം. ഈ മാക്ബത്തിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്ന 4 വിച്ചസിനെ നമുക്ക് മാക്ബത്തിൽ കാണാൻ സാധിക്കും. മാക്ബത്തിൻ്റെ ഓപ്പണിംഗ് ലൈൻ തന്നെ ഈ വിച്ചസിൻ്റെ വേർഡ്സോട് കൂടി റിപ്പീറ്റ് ആയിട്ട് ചാൻറ്റ് ചെയ്യുന്ന ഈ വേർഡ്സിലൂടെയാണ്. അതായത് ഫെയർ ഈസ് ഫൗൾ ആൻഡ് ഫൗൾ ഈസ് ഫെയർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ 3 വിച്ചസിൻ്റെ പ്രവചനത്തോടു കൂടി തന്നെയാണ് നമുക്ക് മാക്ബത്ത് തുടങ്ങുന്നത് കാണാൻ സാധിക്കുന്നത്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ റോട്ട് ദ ഫേമസ് പ്ലേ വെയിറ്റിംഗ് ഫോർ ഗോദോ? ആൻസർ ഗിവൺ ഈസ് സാമുവൽ ബെക്കറ്റ്. സാമുവൽ ബെക്കറ്റിൻ്റെ അബ്സേർഡിസ്റ്റ് പ്ലേ ആണ് വെയിറ്റിംഗ് ഫോർ ഗോദോ. അബ്സേർഡിസ്റ്റ് ലിറ്ററേച്ചറിന് വളരെ അധികം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാവുന്ന ഒരു എക്സാമ്പിളാണ് വെയിറ്റിംഗ് ഫോർ ഗോദോ. 1953 വെയിറ്റിംഗ് ഫോർ ഗോദോ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ 2 ക്യാരക്ടേഴ്സാണ് വ്ളാഡിമിറും എസ്ട്രജനും. വ്ളാഡിമിറും എസ്ട്രജനും ഗോദോ എന്ന് പറയുന്ന അവർ ഇതുവരെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത ഗോദോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഇൻസസെൻ്റ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗോദോ ഒരിക്കൽ പോലും വരുന്നുമില്ല. സോ വളരെ അസംബന്ധ നാടകം എന്നാണ് ആ ഒരു അസംബന്ധ നാടകങ്ങളുടെ വിഭാഗത്തിൽ പെടുന്ന വളരെ ക്ലാസിക്കായ ഒരു എക്സാമ്പിൾ, അതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ തന്നെയാണ് വെയിറ്റിംഗ് ഫോർ ഗോദോ ബെക്കറ്റിൻ്റെ. നോബഡി കംസ്, നോബഡി ഗോസ്, ഇറ്റ്സ് ഓസം, ഇറ്റ്സ് ഔഫുൾ എന്നെല്ലാം ഇവിടെ നമുക്ക് എന്ന കോട്ടെല്ലാം നമുക്ക് ഇതിലാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വെയിറ്റിംഗ് ഫോർ ഗോദോയിലാണ് കാണാൻ സാധിക്കുന്നത്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ജെയിൻ ഓസ്റ്റൻസ് ഫസ്റ്റ് പബ്ലിഷ് നോവൽ? ജെയിൻ ഓസ്റ്റൻ്റെ വർക്കുകളുടെ ക്രോണോളജിക്കൽ ഓർഡർ സെറ്റ് എക്സാമിൽ ചോദിക്കാറുണ്ട്. സോ സെൻസ് ആൻഡ് സെൻസിബിലിറ്റി ആണ്. സെൻസ് ആൻഡ് സെൻസിബിലിറ്റി 1811 പബ്ലിഷ് ചെയ്യുന്നത്. ഇവിടെ ഡാഷ്വുഡ് സിസ്റ്റേഴ്സിൻ്റെ ഫോർച്യൂൺസിനെ കുറിച്ചാണ് പറയുന്നത്. ഇലിയനർ ആൻഡ് മരിയാന, ഇവർ രണ്ടുപേരുമാണ് ഡാഷ്വുഡ് സിസ്റ്റേഴ്സ്. സോ ഇലിയനർ റീസണെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സെൻസിബിൾ ആണ് മരിയാനെ. ഇനി 6th ക്വസ്റ്റ്യൻ, വിച്ച് പോയം ബിഗിൻസ് വിത്ത് ദ ലൈൻ സീസൺ ഓഫ് മിസ് ആൻഡ് മെലോ ഫ്രൂട്ട്ഫുൾനെസ്? ഓഡ് ടു ദ ഓട്ടം. ജോൺ കീറ്റ്സിൻ്റെ ഫേമസ് ആയ, ജോൺ കീറ്റ്സ് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ 6 ഓഡ്സിൻ്റെ പേരിലാണ് ഫേമസ് ആയത്. അദ്ദേഹത്തിൻ്റെ ഓഡ് ടു ദ ഓട്ടത്തിൽ നിന്നാണ് ഈ ഒരു ലൈൻസ് എടുത്തിട്ടുള്ളത്. ഓഡ് ടു ഗ്രേഷ്യൻ ഏൺ, ഓഡ് ടു നൈറ്റിംഗേൽ എല്ലാം അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയ ഓഡ്സ് ആണ്. ഓഡ് എന്ന് മീൻസ് പോയം ഓഫ് അഡ്രസ്സൽ, ഒന്നിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതുന്ന രചനകളെയാണ് ഓഡ്സ് എന്ന് പറയുന്നത്. ഓട്ടം സീസണിൻ്റെ ബ്യൂട്ടിയെയും റിച്ച്നെസ്സിനെയും എല്ലാം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു രചനയാണ് ഓഡ് ടു ദ ഓട്ടം. അത് 1819 പബ്ലിഷ് ചെയ്യുന്നത്. ഓഡ് ടു ദ ഓട്ടത്തിൻ്റെ ഓപ്പണിംഗ് ലൈനാണ് സീസൺ ഓഫ് മിസ് ആൻഡ് മെലോ ഫ്രൂട്ട്ഫുൾനെസ്. ക്വസ്റ്റ്യൻ നമ്പർ 7, വാട്ട് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ ഫസ്റ്റ് ബുക്ക് ഇൻ J.K. റൗളിങ്സ് ഹാരി പോട്ടർ സീരീസ്? റൗളിങ്സിൻ്റെ ഹാരി പോട്ടർ സീരീസ് നമുക്ക് ഫെമിലിയർ ആയിരിക്കും. ഈ സീരീസിലെ ഫസ്റ്റ് ബുക്കിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് ബുക്കിൻ്റെ പേര് ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്നാണ്. അല്ലെങ്കിൽ ഹാരി പോട്ടർ ആൻഡ് ദ സൊസറേഴ്സ് സ്റ്റോൺ എന്നും ഈ ഒരു പറയാറുണ്ട്. ആൾട്ടർനേറ്റ് ടൈറ്റിലാണ്. ഇനി J.K. റൗളിങ്ങിൻ്റെ ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ പബ്ലിഷ് ചെയ്യുന്നത് 1997 റൗളിങ്സിൻ്റെ ഫസ്റ്റ് ബുക്കാണ്. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും യങ് വിസാർഡായ ഹാരി പോട്ടറിനെ കാണാൻ സാധിക്കും, അവൻ്റെ അഡ്വഞ്ചേഴ്സിനെ കാണാൻ സാധിക്കും. അവൻ പഠിക്കുന്ന ഈ വിച്ച് ക്രാഫ്റ്റ് പഠിക്കുന്ന സ്കൂളാണ് ഹോഗ്വാർട്സ് സ്കൂൾ ഓഫ് വിച്ച് ക്രാഫ്റ്റ് ആൻഡ് വിസാർഡറി. Now 8th question, who wrote The Wasteland, one of the most important poems of the 20th century? Answer is T.S. Eliot. 20th century ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു അതിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് എല്ലാം അതിൽ വ്യക്തമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 1922 പബ്ലിഷ് ചെയ്യുന്ന വേസ്റ്റ്ലാൻഡ് ആക്ച്വലി മോഡേണിസത്തിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ മോഡേണിസത്തിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക് നമുക്ക് കാണാൻ സാധിക്കും 1922 വേസ്റ്റ്ലാൻഡിൻ്റെ പബ്ലിക്കേഷനോട് കൂടിയാണ്. യുളിസസും ജെയിംസ് ജോയ്സിൻ്റെ യുളിസസും ഇതുപോലെ ഈ ഒരു മോഡേണിസ്റ്റ് ബ്രേക്കിന് ഫിക്ഷനിൽ കാരണമായ ഒരു വർക്കാണ് എന്ന് നമ്മളതിൽ പറയുന്നുണ്ട്. ഇനി ഡിസൊല്യൂഷൻമെൻറ്റ് എന്താണ്, വേൾഡ് വാറോടുകൂടി ശിഥിലീകരിക്കപ്പെട്ട ഫ്രാഗ്മെൻറ്റഡ് ആയ ഒരു സൊസൈറ്റിയുടെ അവസ്ഥ എങ്ങനെയാണ് നെറേറ്റീവ് ടെക്നിക്സിലും നരേഷനിലും റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നെല്ലാം ആ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കാം. അതിൽ ഡീറ്റെയിൽ ആയി നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ദ മെയിൻ പ്ലോട്ട് ഓഫ് മേരി ഷെല്ലീസ് ഫ്രാൻകൻസ്റ്റൈൻ? സ്കിഫിയുടെ സയൻസ് ഫിക്ഷനിൽ വരുന്ന ഒരു വർക്കാണ് മേരി ഷെല്ലിയുടെ ഫ്രാൻകൻസ്റ്റൈൻ. വിക്ടർ ഫ്രാൻകൻസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം ഒരു ക്രിയേച്ചറിന് ലൈഫ് കൊടുക്കുന്നു. ഒരു വളരെ അൺഓർത്തഡോക്സ് ആയൊരു സയൻറ്റിഫിക് എക്സ്പെരിമെൻ്റാണ്. ഇവൻച്വലി ഈ ഒരു ഇദ്ദേഹത്തിന് തന്നെ അത് ഒരു വിനയായി വരുന്നതായിട്ടും ഈ ഒരു എക്സ്പെരിമെൻറ്റ് ദോഷമായി ബാധിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഗോത്തിക് ഫിക്ഷൻ്റെ എലമെൻറ്റ്സും ഈ ഒരു സ്കിഫിയിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ഫ്രാൻകൻസ്റ്റൈൻ 1818 മേരി ഷെല്ലി പബ്ലിഷ് ചെയ്യുന്നത്. വിക്ടർ ഫ്രാൻകൻസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റിലൂടെ ഒരു മോൺസ്ട്രസ് ക്രിയേച്ചറിന്
രൂപം നൽകുന്നതായിട്ടും പിന്നീട് ആ ക്രിയേച്ചർ സൊസൈറ്റിക്ക് ഒരുപാട് ഹസാർഡസ് ആയ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഫ്രാങ്കൻസ്റ്റൈനിൽ. ഇനി 10th ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സെഞ്ച്വറി ഡിഡ് ജെഫ്രി ചോസർ റോട്ട് ദ കാൻറ്റർബറി ടേൽസ്? കാൻറ്റർബറി ടേൽസ് ഓഫ് കോഴ്സ് 14th സെഞ്ച്വറിയിലാണ് എഴുതപ്പെട്ടത് എന്നറിയാം. ജെഫ്രി ചോസറിനെ തന്നെയാണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാൻറ്റർബറി ടേൽസ് നമുക്ക് കാണാൻ സാധിക്കും. സമൂഹത്തിൻ്റെ ഒരു സോഷ്യൽ ഗാലറി ആയിട്ട് നമുക്കതിനെ പറയാൻ സാധിക്കും. കാരണം സമൂഹത്തിലെ ഓരോ ഓരോ ലെവലിൽ നിൽക്കുന്ന ഹൈറാർക്കിക്കൽ ലെവലിൽ നിൽക്കുന്ന ആളുകളുടെയും വളരെ വ്യക്തമായിട്ട് ചോസർ അദ്ദേഹത്തിൻ്റെ കാൻറ്റർബറി ടേൽസിൽ പോർട്രേ ചെയ്യുന്നുണ്ട്. സോ മിഡീവൽ സൊസൈറ്റിയുടെ എക്സാക്ട് പിക്ചർ നമുക്ക് ചോസറിൻ്റെ കാൻറ്റർബറി ടേൽസിൽ നിന്നും അവൈലബിൾ ആണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് MCQ സെഷൻ. താങ്ക് യു.